ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ്. അങ്ങനെ ബ്രൂണോ ഗൊമരസ് ടു ആഴ്സണൽ ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. ആഴ്സണൽ ഫാൻസ് എന്തായാലും കാത്തിരുന്നൊരു സൈനിങ് ആയിരുന്നു. എന്തായാലും ആർട്ടറ്റ ഇനി സീസൺ മൊത്തത്തിലൊന്ന് ഡോമിനേറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം പെപ്പ് പോയി. അപ്പൊ എന്തായാലും ആർട്ടറ്റയുടെ സീസൺ തന്നെ ആയിരിക്കും. ഇനി തുടർന്ന് വരുന്നത് ഒട്ടുമിക്ക സീസണും ആർട്ടറ്റയുടെ സീസൺ തന്നെ ആയിരിക്കും. കാരണം ഒരു കിടിലൻ മിഡ്ഫീൽഡ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ നല്ല ഡബിൾ പിവറ്റ് കിടിലനാണെന്ന് വേണമെങ്കിൽ പറയാം. ഡെക്ലാൻ റൈസിന്റെയും ബ്രൂണോ ഗൊമരസിന്റെയും ഒക്കെ വർക്ക് റേറ്റ് എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ തന്നെ 75 മില്യൺ ഒട്ടും ബോറിംഗ് ആയിട്ടുള്ള ഒരു ഹയർ ഫീ ഒന്നുമല്ല. പക്ക ഒരു എന്താ പറയുക ഒരു ഒരു ഈ ഒരു പ്ലെയർക്ക് വേണ്ട പക്ക ഒരു സൈനിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഫീ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കിടിലൻ സൈനിങ് തന്നെയാണ്. മിഡ്ഫീൽഡിൽ നടത്തിയ അഡീഷൻ എന്താ പറയാ, ഒരു ടോപ്പ് നോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കിടിലൻ പ്ലെയർ ആണ്. ന്യൂകാസിലിന് വേണ്ടി റീസെന്റ് ആയിട്ട് കിടിലൻ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചേക്കുന്നത്. പക്ഷെ ഈ ആരി ടിൽമിനസിനായിട്ട് ആളുടെ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഒട്ടും പോരാ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുപോലെ തന്നെ യുണൈറ്റഡ് ഫാൻസിന്റെ ഒരു അഹങ്കാരമാവും ആ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ. കാരണം ഒരു കിടിലൻ സ്റ്റാറ്റസ് ആണ് കമ്പയർ ചെയ്യുമ്പോൾ. എന്തൊക്കെ പറഞ്ഞാലും ഒരു കിടിലൻ സൈനിങ് തന്നെയാണ്. അവരുടെ മിഡ്ഫീൽഡ് ടോട്ടലി ഡോമിനേറ്റ് ചെയ്യാന്നാണെങ്കിൽ പറയാം. അത്രയും ടോപ്പ് ബാക്ക് ഫോർ ആണ് അവർക്കുള്ളത്. അതിൻ്റെ ഒപ്പം ഇപ്പൊ ഒരു കിടിലൻ എന്താണ് മിഡ്ഫീൽഡും കൂടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈനിങ്സ് ഒക്കെ നോക്കിയാൽ നമുക്കറിയാം ആഴ്സണൽ അത്യാവശ്യം സ്മാർട്ടായിട്ടാണ് കളിച്ചേക്കണം. ഒരു കിടിലൻ മിഡ്ഫീൽഡറിനെയും കൊണ്ടുവന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും വിനീനെയും കൂടി അവർ പുഷ് ചെയ്യാൻ ശ്രമിക്കും. എന്തായാലും ന്യൂകാസിൽ എന്താണെന്ന് അറിയില്ല. ടീമിൽ മൊത്തത്തിൽ ഒരു പൊട്ടിച്ച പോലെ ഉണ്ട്. കാരണം എല്ലാ നല്ല പ്ലേയേഴ്സും അവരുടെ ടീം വിട്ടു പോയി. അവരുടെ ടോപ്പ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് 11 പ്ലേയേഴ്സ് ആണ് പോയ എല്ലാവരും. അതുപോലെ തന്നെ യുണൈറ്റഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റഡ് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് സ്റ്റാർട്ടിങ് ലെവലിൽ. ഒരു വേസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ എന്ന് വേണമെങ്കിൽ പറയാം. അവരൊരു അടുത്ത മിഡ്ഫീൽഡറിനെ തേടിക്കൊണ്ടിരിക്കണേണ്. ഇത്രയും ടൈമായിട്ടും സൈനിങ്സ് നടത്താൻ പറ്റിയിട്ടില്ല. പോരാത്തതിന് ലെഫ്റ്റ് ബാക്കും വേണം. ഇപ്പൊ റോബിൻസന്റെ പേരും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാഫേൽ ലിയോനെ പുഷ് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ് ആള്. ആളെ പുഷ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തായാലും ഗുണം ചെയ്യും ക്യാരിക്കിനും അതുപോലെ തന്നെ യുണൈറ്റഡിനും. പക്ഷെ ഇതിലെന്താണ് ഒരു പ്രശ്നം എന്നുള്ളതെന്ന് വെച്ചാൽ റഷ്ഫോർഡിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടേണ്ടി വരും. ഇതാണ് എൻ്റെ ഒരു കൺസെപ്ഷൻ. മൊത്തത്തിൽ ടീം ഒന്ന് സെറ്റ് ആവണമെന്നുണ്ട് ഇതുപോലെ. പക്ഷെ ഒരിക്കലും നടക്കില്ല. കാരണം ഗ്ലേസേഴ്സും ഇനിയോസും ചീപ്പായിട്ടുള്ള ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. അതുപോലത്തെ പ്ലേയേഴ്സിനെയാണ് കൊണ്ടുവന്നതും. ഇപ്പൊ സാൻഡർ ബർജിന് പുറകെ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഫാൻസ് എന്തായാലും നിരാശരായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു വേസ്റ്റ് സൈനിങ് ആയിരിക്കും അത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സൈനിങ് അല്ല നിലവിൽ ഇവർ കൊണ്ടുവന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയാ, ഒരു ഡിസ്ഗ്രേസ്ഫുൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെയാണ് ഫാൻസിനെ അവർ ട്രീറ്റ് ചെയ്യണത്. നിലവിൽ ഈ 2-3 വിൽപ്പനകൾ നടന്നിട്ടുണ്ട്. ലോണിലാണ് ഗോൾ കീപ്പർ പോയേക്കണത്. അതും സെൽറ്റാവിഗോയിലേക്കാണ് ആള് പോയേക്കണത്. ഭയങ്കര ഒരു അത്യാവശ്യം നല്ല ഒരു കിടിലനായിട്ടുള്ള ആള് തന്നെയാണ്. അതല്ലാതെ വേറൊരു പ്ലെയറെ കൂടി നമ്മൾ വിറ്റിട്ടുണ്ട്. മൊത്തം നല്ലൊരു ഏണിങ്സ് നടന്നിട്ടുണ്ട് 560 മില്യന്റെ. കാരണം സ്പോൺസർഷിപ്പും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു തുക യുണൈറ്റഡിന് നിലവിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഇതൊന്നും ചിലവാക്കുന്നില്ല എന്ന് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് യുണൈറ്റഡ് ഫാൻസ്. അതുപോലെ തന്നെ യാമണ്ടട നിലവിൽ ട്രാൻസ്ഫർ കൺഫേം ആയിട്ടില്ല. 140 മില്യൺ എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തായാലും കൺഫേം ആവും. ആളെന്തായാലും നിലവിൽ തൂക്കും റയൽ മാഡ്രിഡ്. നിലവിൽ ഇതുവരെ ഒരു ഹിയർവിഗോ വന്നിട്ടില്ല. എന്തായാലും അവർ നിരാശരാണ്. കാരണം വിനിയും കൂടി പോയി കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരം. യുണൈറ്റഡിന് ഒരുപാട് ഇഞ്ചുറി പ്രോബ്ലംസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പോഴും അതിന് പ്രോപ്പർ ആയിട്ടൊരു ബാക്കപ്പ് ഇല്ല. അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ യുണൈറ്റഡ് ആരെയൊക്കെ കൊണ്ടുവരാൻ നോക്കി, അത് ആരെയും കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇതാ ക്യൂട്ടി റൊമേരോ അത്ലറ്റിക്കോയിലേക്ക് പോകുന്നുണ്ട്. കാരണം അത്ലറ്റിക്കോന് പറ്റിയൊരു പക്കാ ഡിഫൻസീവ് പ്ലെയർ ആണ്. ആൾക്ക് വേണ്ട ബിഡ് എന്തായാലും ഉടനെ പുറത്തേക്ക് വിടും നിലവിൽ.